തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പിൽ മികച്ച പോളിംഗ്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിലാണ് ആദ്യഘട്ട വോട്ടെടുപ്പ് നടന്നത്. എറണാകുളം, ആലപ്പുഴ ജില്ലകളിലാണ് കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത്. തിരുവനന്തപുരത്താണ് കുറവ് പോളിംഗ്. രാവിലെ മുതൽ പോളിംഗ് ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട നിരയാണ് പ്രകടമായത്. 3 കോർപ്പറേഷനുകൾ, 39 മുനിസിപ്പാലിറ്റികൾ, 7 ജില്ലാ പഞ്ചായത്തുകൾ, 75 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 471 ഗ്രാമപഞ്ചായത്തുകൾ എന്നിവിടങ്ങളിലേക്കാണ് ജനങ്ങൾ വിധിയെഴുതിയത്. ശബരിമല സ്വർണ്ണ കൊള്ളയാണ് വോട്ടെടുപ്പ് ദിനത്തിൽ UDFും BJPയും പ്രധാന ചർച്ചയാക്കിയത്. സർക്കാർ നടപ്പാക്കിയ ക്ഷേമ പ്രവർത്തനങ്ങൾ വോട്ടാകുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് LDF. അതിനിടെ പലയിടത്തും രാഷ്ട്രീയ പാർട്ടികൾ കള്ളവോട്ട് ആരോപണമുയർത്തി രംഗത്തെത്തി. വിവരങ്ങളുമായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ ചേർന്നു. ആദ്യം VV അരുണിലേക്ക്. അരുൺ, തിരുവനന്തപുരത്ത് പതിവ് പോലെ പതിഞ്ഞ ഒരു വോട്ടിംഗ് ശൈലി തന്നെയാണ്. ഏറ്റവും കുറവ് ഇതുവരെ രേഖപ്പെടുത്തിയിരിക്കുന്നത് തിരുവനന്തപുരത്താണ്. പക്ഷെ ആദ്യഘട്ടത്തിലൊക്കെ നമ്മൾ കണ്ടത് ആ പ്രചാരണത്തിലുണ്ടായ ആവേശം വോട്ടർമാരും ഏറ്റെടുക്കുന്നതാണ്. നിലവിൽ എന്താണ് സ്ഥിതി? ഇപ്പോഴും നീണ്ട ക്യൂ ഉണ്ടോ ബൂത്തുകളിൽ? മിക്ക ബൂത്തിലും ആളൊഴിഞ്ഞു. ഔദ്യോഗികമായ വോട്ടെടുപ്പ് പോളിംഗിനുള്ള സമയം അവസാനിച്ചു. ബൂത്തുകളൊക്കെ പൂട്ടി ഉദ്യോഗസ്ഥർ മാത്രമായി അകത്ത്, അല്ലെങ്കിൽ ഏജന്റുമാരും മാത്രമായി ഉണ്ട് അകത്തുള്ളതുള്ളൂ. ബാക്കിയുള്ളവരെയൊക്കെ പുറത്തേക്ക് മാറ്റിക്കഴിഞ്ഞു. ചിലയിടങ്ങളിലൊക്കെ എവിടെയെങ്കിലും ഇനി ക്യൂ ഉണ്ടെങ്കിൽ, ക്യൂവിൽ ആളുകളുണ്ടെങ്കിൽ അവർക്ക് വോട്ട് ചെയ്യാനുള്ള അവസരം നൽകും. അതിനപ്പുറത്തേക്ക് ഇനി വോട്ടിംഗ് സമയമില്ല. ഏതായാലും 6 മണി വരെയുള്ള കണക്കുകൾ ഇപ്രകാരമാണ്. തിരുവനന്തപുരത്ത് 65.93% ഔദ്യോഗികമായ പോളിംഗ് ശതമാനം. കൊല്ലത്ത് അത് 69.32%. പത്തനംതിട്ടയിൽ 65.91%. ആലപ്പുഴയിൽ 72.74%. കോട്ടയത്ത് 69.77%. ഇടുക്കിയിൽ 70.26% ഇതുവരെ വോട്ട് രേഖപ്പെടുത്തിയത്. എറണാകുളത്ത് 73.36% പേരും വോട്ട് രേഖപ്പെടുത്തിയെന്നാണ് 6 മണി വരെയുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക കണക്കിൽ വലിയ മാറ്റമുണ്ടാകും. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ ദിവസത്തേക്കാൾ പോളിംഗ് ശതമാനം ഉയരാനുമിടയുണ്ട്. മികച്ച പോളിംഗ് തന്നെ സംസ്ഥാനത്ത് പൊതുവിൽ നോക്കുമ്പോഴുണ്ട്. തിരുവനന്തപുരം നഗരസഭയിലാണ് പോളിംഗ് കുറവുള്ളത്. കഴിഞ്ഞ തവണയും നഗരസഭയിൽ കുറഞ്ഞ പോളിംഗ് ശതമാനമാണ് രേഖപ്പെടുത്തിയത്. ഏതായാലും തിരുവനന്തപുരം നഗരസഭ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഈ ആദ്യഘട്ടത്തിൽ ഏറ്റവും അധികം ശ്രദ്ധേയമായ നഗരസഭ. തിരുവനന്തപുരത്ത് പതിറ്റാണ്ടുകളായി തുടരുന്ന ഭരണം നിലനിർത്തുമെന്ന ഉറപ്പിലാണ് ഇടതുമുന്നണി. അവസാന ഘട്ടത്തിൽ അവരുടെ അവകാശവാദം ആ രീതിയിലാണ്. പക്ഷേ ഇത്തവണ ഭരണം പിടിച്ചെടുക്കുമെന്ന്, തിരിച്ചുപിടിക്കുമെന്ന് UDFും, ഇത്തവണ ഉറപ്പായും ഭരണത്തിലേക്ക് എത്തുമെന്ന്, നഗരസഭാ ഭരണത്തിലേക്ക് എത്തുമെന്ന് BJPയും അവകാശപ്പെടുന്നു. ഇപ്പോൾ ഇവിടെ BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി S. സുരേഷ് അടക്കമുള്ള നേതാക്കൾ ഉണ്ട്. വഞ്ചൂരിലാണ് ഞാനുള്ളത്. എന്താണ് ഈ വോട്ടെടുപ്പ് സമയം, ഔദ്യോഗിക സമയം അവസാനിച്ചിരിക്കുന്നു, ഈ അവസാന സമയത്തെ പ്രതീക്ഷ എന്താണ്, ഒരു വിലയിരുത്തൽ എന്താണ്? തിരുവനന്തപുരത്ത് CPMൽ നിന്ന് BJP അധികാരം പിടിക്കും. തിരുവനന്തപുരം നഗരസഭ BJPക്ക് മേയറെ സൃഷ്ടിക്കാൻ വേണ്ട കൌൺസിലർമാരുണ്ടാകും. ഇന്ന് തിരുവനന്തപുരം നഗരസഭയിലെ ഏകദേശം 60% വാർഡുകളിൽ അവിടുത്തെ ബൂത്തുകളിലേക്ക് യാത്ര ചെയ്യാൻ സാധിച്ചു. എല്ലാ സ്ഥലത്തും തിരുവനന്തപുരത്തിനൊരു മാറ്റം ആഗ്രഹിക്കുന്ന ജനതയാണ് കാണാൻ സാധിച്ചത്. ഏതാണ്ട് അരമണിക്കൂറും ഇതേ സ്ഥലത്ത് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവ് K. മുരളീധരൻ വന്നിരുന്നു. അദ്ദേഹം പറഞ്ഞത് 1/2 ഡസൻ സീറ്റിൽ BJP ഒതുങ്ങാൻ പോവുകയാണ്. BJP ചിത്രത്തിലേ ഇല്ല, പിക്ചറിലേ ഇല്ലെന്ന് അദ്ദേഹം പറഞ്ഞ വാക്ക്. അദ്ദേഹത്തിന്റെ മലർപ്പൊടിക്കാരനായിട്ട് മാത്രമേ K. മുരളീധരൻ ഞാൻ കാണുന്നുള്ളൂ. K. മുരളീധരൻ ഏതോ ഒരു സ്വപ്ന ലോകത്താണ്. അദ്ദേഹം കേരള രാഷ്ട്രീയത്തിലെ ഒരു എടുക്കാച്ചരക്കായിട്ട് മാറുന്ന തെരഞ്ഞെടുപ്പായിരിക്കും ഈ തിരുവനന്തപുരം നഗരസഭയിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ്. അതാണ് K. മുരളീധരനോട് ഞങ്ങൾ. നരേന്ദ്രമോദി 6 മാസത്തിനകം തിരുവനന്തപുരത്ത് വന്ന് വലിയ പ്രഖ്യാപനം നടത്തും. 6 മാസത്തിനല്ല, ഞങ്ങൾ 45 ദിവസത്തിനുള്ളിൽ നരേന്ദ്രമോദിയെ തിരുവനന്തപുരത്ത് BJP മേയർ ആയാൽ എണ്ണിക്കൊണ്ട് 45 ദിവസത്തിനുള്ളിൽ നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് വന്ന് തിരുവനന്തപുരത്തിന് വേണ്ടിയുള്ള മാസ്റ്റർ പ്ലാൻ അവതരിപ്പിക്കും എന്നാണ് ഞങ്ങൾ. പ്രധാനമന്ത്രിയെ BJP മേയർ സ്വീകരിക്കുകയും ചെയ്യും. അതാണ് ഞങ്ങൾ തിരുവനന്തപുരം നഗരത്തിന്റെ മുമ്പിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. അതാണ് ഞങ്ങളുടെ മേയർ സത്യപ്രതിജ്ഞ ചെയ്താൽ 45 ദിവസത്തിനുള്ളിൽ തിരുവനന്തപുരത്തിന്റെ 5 വർഷത്തെ വികസനത്തിന് വേണ്ടിയുള്ള മാസ്റ്റർ പ്ലാൻ ഇവിടെ അവതരിപ്പിക്കും. ആ ചടങ്ങിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പങ്കെടുക്കും. ഷിജ, ഇതാണ് BJPയുടെ ആത്മവിശ്വാസം. ഈ അവസാന, അതായത് ഔദ്യോഗികമായ വോട്ടെടുപ്പ് അവസാനിക്കുമ്പോഴും BJP തികഞ്ഞ പ്രതീക്ഷയിലാണ്. തിരുവനന്തപുരത്ത് BJPയുടെ മേയർ ഉണ്ടാകും. ആ മേയർ ഭരിക്കുന്ന നഗരസഭയുടെ പദ്ധതികൾ 45 ദിവസത്തിനുള്ളിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപനം നടത്തുമെന്നാണ് BJPയുടെ അവകാശവാദം. അല്പസമയം മുമ്പ് K. മുരളീധരൻ കോൺഗ്രസ് നേതാവ് പറഞ്ഞത് 1/2 ഡസൻ സീറ്റിൽ BJP ഒതുങ്ങാൻ പോകുന്നു. അവരുടെ മേയർ സ്ഥാനാർത്ഥിയായിട്ട് പറയപ്പെടുന്ന ആർ ഷീലയ്ക്കെതിരെ ഗുരുതരമായ ആരോപണം, ചീപ്പ് പൊളിറ്റിക്സ് കളിച്ചു എന്നടക്കമുള്ള ആരോപണങ്ങൾ
ആരോപണം കെ മുരളീധരൻ ഉന്നയിക്കുന്നുണ്ട്. CPM ആകട്ടെ കംഫർട്ടബിൾ മജോറിറ്റിന്ന് അപ്പുറത്തേക്ക് വി ശിവൻകുട്ടി കഴിഞ്ഞ ദിവസം പറഞ്ഞത് 70 മുതൽ 75 സീറ്റ് വരെ ഇടതുമുന്നണിക്ക് ലഭിക്കുമെന്നാണ്. എങ്ങനെ പോയാലും അത് 55 സീറ്റിൽ കുറയില്ല എന്ന് CPM കേന്ദ്രങ്ങൾ ഉറപ്പിക്കുന്നു. 5 ഇരട്ടി സീറ്റ് വേണം കോൺഗ്രസിന്. കഴിഞ്ഞ തവണത്തെ പ്രകടനം വെച്ച് നോക്കുമ്പോൾ ഇവിടെ നഗരസഭാ ഭരണം കൈയാളണമെങ്കിൽ അവർക്ക് വേണ്ടത് 51 സീറ്റാണ്. ഇപ്പോൾ നിലവിലുള്ളത് 10 10ൽ നിന്ന് 51ലേക്ക് എത്തുന്ന വലിയ ഒരു കടമ്പയാണ് അവർക്ക് മുന്നിലുള്ളത്. അത് നടപ്പാകുമെന്ന് തന്നെയാണ് മുരളീധരൻ ഉൾപ്പെടെ നേതാക്കളുടെ പ്രതീക്ഷയും അവകാശവാദവും. ഏതായാലും ഇതാണ് തിരുവനന്തപുരം നഗരസഭ സംബന്ധിച്ച് 3 മുന്നണികളുടെയും അവകാശവാദം. അതിശക്തമായ ത്രികോണ പോരാട്ടം തലസ്ഥാനം നടന്നു എന്ന് വ്യക്തമാണ്. പതിവിൽ നിന്ന് വ്യത്യസ്തമായി കോൺഗ്രസ് ആദ്യഘട്ടം മുതൽ ഇത്തവണ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചരണ രംഗത്ത് ആദ്യഘട്ടമെങ്കിലും മുന്നേറാൻ കഴിയും. പക്ഷേ പിന്നീട് ഇടതുമുന്നണിയും BJPയും ഒക്കെ സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിക്കുമ്പോൾ അവരും ഒപ്പത്തിനൊപ്പം അല്ലെങ്കിൽ ഒരു പടി മുകളിലേക്ക് എത്തിയ സാഹചര്യം പ്രചരണ രംഗത്ത് ഉണ്ടായിരുന്നു. ഏതായാലും ആർക്കാണ് ഈ തിരുവനന്തപുരം നഗരം ഭരിക്കാനുള്ള അധികാരം ജനങ്ങൾ നൽകുക എന്ന് ഇനി 2 ദിവസത്തിനകം അറിയാൻ കഴിയും. ഏതായാലും ഈ ശനിയാഴ്ച അറിയാൻ കഴിയും. അതിനുള്ള വോട്ടെല്ലാം പെട്ടിയിലായി കഴിഞ്ഞു. അവകാശവാദങ്ങളും ഈ അമിത പ്രതീക്ഷകളും പ്രതീക്ഷകളുടെ ഭാരവുമൊക്കെ ശനിയാഴ്ച രാവിലെ ഏതാണ്ട് ഒരു 11 മണി വരെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതിനുശേഷം ഒരേ ഒരു മുന്നണിക്ക്, ഒരേ ഒരു പാർട്ടിക്കാകും ഇവിടെ നഗരസഭ ഭരിക്കാനുള്ള അധികാരം. അത് BJP ആണോ, CPM ആണോ, കോൺഗ്രസ് ആണോ എന്നാണ് ഇനി അറിയേണ്ടത്. ശരി, അരുണാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് നിന്ന് നമ്മൾ BJPയുടെ പ്രതീക്ഷയൊക്കെ കേട്ടു. അടുത്തതായി നമ്മൾ കോട്ടയത്തേക്കാണ് പോകുന്നത്. കോട്ടയത്ത് ഇതുവരെ 70% പോളിംഗ് ആണ്. ഭേദപ്പെട്ട പോളിംഗ് ഉണ്ട്. ഇപ്പോഴും പോളിംഗ് ബൂത്തുകളിൽ ക്യൂ ഉണ്ട്. ശ്രീജിത്ത് വിവരങ്ങളുമായി. ശ്രീജിത്ത്, 70% എത്തുന്നു. നഗരസഭ നോക്കുകയാണെങ്കിൽ ചങ്ങനാശ്ശേരിയിലും കോട്ടയത്തുമൊക്കെ അത്ര മികച്ചതെന്ന് പറയാനാവില്ലെങ്കിലും ഭേദപ്പെട്ട പോളിംഗ്. എന്താണ് പൊതുവെ കോട്ടയത്തെ സ്ഥിതി? ഇപ്പോഴും ക്യൂ വോട്ടർമാർ ഇപ്പോഴും എത്തുന്നുണ്ടോ? വോട്ടർമാർ ഇപ്പോഴും കാത്തു നിൽക്കുന്നുണ്ടോ? ചിലയിടങ്ങളിൽ വോട്ടർമാരുടെ നീണ്ട ക്യൂ ഉണ്ട് എന്ന് തന്നെയാണ് ശ്രീജ നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് അയ്മനം പഞ്ചായത്തിലെ 20ാം വാർഡായ പരിപ്പ് സ്കൂളിൽ അവിടെ ഏതാണ്ട് 60 പേർക്കോളം ഇനിയും ടോക്കൺ കൊടുത്ത് അവർ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതായത് 6 മണിക്ക് ടോക്കൺ കൊടുത്തവരുടെ കണക്കാണ് നമ്മളിപ്പോൾ പറയുന്നത്. അതായത് ഒരു 6:30 വരെയെങ്കിലും അവിടെ വോട്ടിംഗ് നീളാനുള്ള സാധ്യതയുണ്ട്. രാവിലെ മുതൽ ഇവിടെ അല്പം മന്ദഗതിയിലാണ് പോളിംഗ് നടന്നത് എന്നാണ് ഉയർന്ന ആരോപണം. എന്തായാലും പൊതുവിൽ ഈ കോട്ടയത്തെ സംബന്ധിച്ച് കഴിഞ്ഞ തവണ 73% പരം വോട്ടിംഗ് നടന്ന സ്ഥലമാണ്. അതിന് മുൻപത്തെ വർഷം ഏതാണ്ട് 78% കാര്യങ്ങൾ പോയതുമാണ്. അവിടെയാണ് കോവിഡ് സമയത്ത് ഏതാണ്ട് 73-ലേക്കും പിന്നീട് അത് അതിന് ഈ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ അത് ഏതാണ്ട് ഒരു 70%-ലേക്കും കാര്യങ്ങൾ എത്തിയത് എന്നുള്ളതാണ് എടുത്ത് പറയാൻ കഴിയുന്നത്. ഇനിയും ഒരുപക്ഷെ മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. ഏതാണ്ട് 16 ലക്ഷം വോട്ടർമാരിൽ 11,40,883 വോട്ടർമാരാണ് ഈ 6 മണി വരെയുള്ള ഏതാണ്ടുള്ള ഒരു കണക്ക്. ഈ വോട്ടിംഗ് നില ഇനിയും കൂടാൻ തന്നെയാണ് സാധ്യതയുള്ളത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ പലയിടത്തും നേരിയ തോതിൽ പാലയ്ക്ക് സമീപം നീലൂരിൽ ചില സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ കോട്ടയത്ത് നഗരത്തോട് ചേർന്ന് SH മൗണ്ടിലെ ബൂത്തിലും ചെറിയ സംഘർഷം ഉണ്ടായിട്ടുണ്ട്. അതൊന്നും കാര്യപ്പെട്ടൊരു സംഘർഷത്തിലേക്ക് വ്യാപിക്കുന്ന നിലയിലുള്ള ചെറിയ ചില തർക്കങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായും വലിയ അവകാശവാദങ്ങൾ മുന്നണികൾ നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ഇടതുമുന്നണി കൺവീനർ കൂടിയായ കേരള കോൺഗ്രസ് എമ്മിൻ്റെ ജില്ലാ അധ്യക്ഷൻ ലോപ്പസ് മാത്യു അല്പസമയം മുമ്പ് പറഞ്ഞത് വലിയ വിജയം, ഭൂരിപക്ഷം തദ്ദേശ സ്ഥാപനങ്ങളിലും വലിയ വിജയം ഉണ്ടാകുമെന്ന ആത്മവിശ്വാസമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്. ഇപ്പുറത്ത് UDF ക്യാമ്പും വലിയ ആത്മവിശ്വാസത്തിലാണ്. BJPയും വളരെ മുന്നോട്ട് പോകാമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രത്യേകിച്ച് പൂഞ്ഞാർ ഉൾപ്പെടെ PC ജോർജിൻ്റെയും ഷോൺ ജോർജിൻ്റെയും ഒക്കെ ഇടങ്ങളിലൊക്കെ പല പഞ്ചായത്തുകളും അധികമായി പിടിക്കുമെന്ന് അവർ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും BJP എന്ന നിലയിൽ ജില്ലാ പഞ്ചായത്തിലും അക്കൗണ്ട് തുറക്കാനുള്ള ശ്രമമാണ് അവർ നടത്തുന്നത്. ഇപ്പുറത്ത് UDFനെ സംബന്ധിച്ച് തിരിച്ചുവരവ് എന്നുള്ളത് അവരുടെ ജീവൻ മരണ പോരാട്ടമാണ്. മറ്റ് ഒരുപക്ഷെ ഇടതുമുന്നണിയോ അല്ലെ BJPയോ പോലെ അല്ല. അതിനപ്പുറത്തേക്ക് കോട്ടയം പോലെ ഒരു തട്ടകത്തിൽ UDFന് തിരിച്ചു വരിക എന്നുള്ളത് അത്രയധികം പ്രാധാന്യമുള്ള ഒരു പോരാട്ടമായി മാറുകയാണ്. അതിനുള്ള ഉത്തരമാണ് കേരള രാഷ്ട്രീയത്തിൽ UDFന്റെ സാധ്യതകൾ എങ്ങനെ എന്നുള്ളതിൽ വളരെ നിർണായകമായ ഉത്തരം നൽകിയിരുന്ന ഒരു ജില്ലയാണ് കോട്ടയം. ആ ജില്ലയിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലവും ആ നിലയിൽ വളരെ പ്രധാനപ്പെട്ടതായി മാറുകയാണ്. ശനിയാഴ്ച അതുകൂടിയാണ് നിർവചിക്കപ്പെടുന്നത്. ഈരാറ്റുപേട്ടയിലൊക്കെ കണക്കുകൾ മികച്ച പോളിംഗ് 84% കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും അവസാന കണക്കുകൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇനി നമ്മൾ